പപ്പി അവിടെയല്ല, ഇവിടെ ഇവിടെ. ഇങ്ങോട്ട് വാ, ഞാൻ തന്നെ വാ. ഈ അമ്പാടിച്ചേട്ടൻ എന്താ ഇവിടെ ഈ സമയത്ത്? ഇതുവരെ തിരിച്ചു പോയില്ലായിരുന്നോ? അല്ല, എന്റെ പെണ്ണിവിടെ ഈ വീട്ടിൽ കഴിയുമ്പോ ഞാൻ എങ്ങോട്ട് പോവാനാ? അയ്യോ, അഞ്ജലി ചേച്ചിയുടെ അച്ഛൻ ഇപ്പൊ വന്ന് കേറിയിട്ടേ ഉള്ളൂ. അച്ഛനെങ്ങാനും ചേട്ടനെ കണ്ട നല്ല പ്രശ്നവും. അമ്പാടി ചേട്ടൻ ഒന്ന് പോയേ, പോ പ്ലീസ്. ഞാൻ പോവാൻ തന്നെയാണ് വന്നത്. പക്ഷെ അതിനു മുമ്പ് പപ്പിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? പെട്ടെന്ന് പറ, എനിക്ക് വാതിലടയ്ക്കണമെന്ന്. പപ്പി ഇവിടെ കൊണ്ടുവന്നാക്കിയ കാര്യം ഞാൻ അർജുനെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവൻ ഈ കാര്യം ഇതിനോടൊന്ന് തന്നെ അഞ്ജലിയെ അറിയിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാ. അഞ്ജലി എങ്ങാനും എന്നെ വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ലല്ലോ, ഞാനും ഇടയ്ക്കത് ആലോചിച്ചു. പക്ഷെ ചേച്ചി വിളിച്ചിട്ടില്ല. പാവം, ആ വീട്ടില് ആളാകെ വീർപ്പ് മുട്ടിയായിരിക്കും കഴിയുന്നത്. അതിന്റെ ഇടയിൽ ഈ കേസും കാര്യങ്ങളും ആലോചിക്കാൻ സമയം കിട്ടി കാണൂല. എന്തു പറയാനാ, ഇതിപ്പോ ഇങ്ങനെ ആകുമെന്ന് ആരും കരുതിയില്ലല്ലോ. അത് ശരിയാ. അഞ്ജലിയുടെ ടെൻഷൻ അഞ്ജലിക്ക് മാത്രമേ അറിയാവൂ. വാദിയുടെ വക്കീലും പ്രതിയുടെ വക്കീലും ഒരേ കൂരയ്ക്ക് കീഴിൽ ഇതിനു മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലാത്തതാ. ഓ ശരി, അവരെന്തെങ്കിലുമൊക്കെ ചെയ്തോളും. അമ്പാടി ചേട്ടൻ ഒന്ന് പോയി വെറുതെ സമയം കളയല്ലേ. അല്ലടി, ഇവിടെ നിന്നെ ഇങ്ങനെ തനിച്ചാക്കിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ പപ്പിയോട് ഒരു കാര്യം പറയട്ടെ? എന്താ? ഞാൻ പപ്പിയെ ഏതെങ്കിലും ലേഡീസ് ഹോസ്റ്റലിൽ താമസിപ്പിക്കട്ടെ? ഷോ വേണ്ട, എനിക്കൊരു പ്രശ്നവും ഇല്ല ഇവിടെ. ചേട്ടൻ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. എന്റെ കാര്യത്തിൽ അഞ്ജലി ചേച്ചി ഒരു വാക്ക് തന്നിട്ടുണ്ട്. അതെന്തായാലും നടക്കും. എനിക്കത് തീർച്ചയാണ്. സത്യം പറഞ്ഞ എനിക്കിപ്പോ ടെൻഷൻ അമ്പാടി ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴാ. എത്രയെന്ന് വെച്ചിട്ടാ എനിക്ക് വേണ്ടി ചേട്ടൻ ഇങ്ങനെ കോളനിയിൽ വന്ന്. അത് നീ പറയരുത്. ജീവിതത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ ഓടിക്കൊണ്ട് നടന്നവനായി ഞാൻ. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് തോന്നിയത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയത് നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം. അതുകൊണ്ട് നിന്നിൽ കൂടിയ ഒന്നും ഈ അമ്പാടിക്ക് നോക്കാനില്ല. നിന്നിൽ കൂടിയ ഒന്നും എനിക്ക് നഷ്ടപ്പെടാനുമില്ല. അതാണ് സത്യം. ഞാൻ പോവാ. നീ സേഫായിട്ട് കയറി വാതിലടച്ചോ. ഒക്കെ ശരിയാവും. എന്നാ ശരി, പോയി കിടന്നോ.